അണ്ടർഗ്രൗണ്ട് പണി ഒരുപാട് നടക്കുന്നുണ്ടല്ലോടാ. 6 ബ്ലോക്കിൽ 3.5 ഏക്കർ വിൽക്കാൻ പോകുന്ന ഒരു അമ്മച്ചി എങ്ങനെ അറിഞ്ഞു? ആലപ്പുഴ വെച്ച് ലിസി ചേച്ചിയും ഗോപനും കൂടെ സംസാരിക്കുന്ന കണ്ടപ്പോഴേ ഞങ്ങൾ വിചാരിച്ചതാ ഇത് കുരിയച്ചിട്ടുള്ള അവന്റെ അടുത്ത പണിയാണെന്ന്. ഉറപ്പല്ലേ ഇത് ആ വഴിക്ക് തന്നെ വന്ന പണിയാണ്? ഞങ്ങൾക്കൊരു സംശയം. ഞങ്ങൾ ബോട്ടിലോട്ട് പോയിക്കോട്ടെ. നിനക്ക് ഗസ്റ്റിനെ എടുക്കണമായിരുന്നു. അതില് എടാ ഞാൻ അപ്പോഴേ എന്നോട് പറഞ്ഞില്ല ഇത് പണിയാകും. ഗോപനുള്ളത് കുരിയച്ചൻ കൊടുത്തോളൂ. അടുത്ത കണി വരുന്നുണ്ടല്ലോ. കുരിയച്ചോ, മണിമലക്കാരാ, മണിമല പാപ്പൻ അവിടെയൊക്കെ ഭയങ്കര ഫേമസാ. ഇടയ്ക്ക് വന്നിരുന്ന് കാറ്റ് കൊള്ളാൻ കുട്ടനാട്ടിൽ കുറച്ച് പറമ്പ് വേണം. നമ്മുടെ 6 ബ്ലോക്കിലെ സ്ഥലം കണ്ടപ്പോ ഇവർക്ക് അങ്ങ് ബോധിച്ചു. വില അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. കുരിയച്ചൻ പറഞ്ഞതിൽ കബൂലാക്കാം. എല്ലാം റെഡിയാണ്. വെയിറ്റ്. പിന്നെ ഇപ്പൊ പഴയ പോലെ അല്ല, കമ്മീഷൻ കൂട്ടി 3% ആക്കി. അതിൽ കുറയ്ക്കാൻ പറയരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമല്ല. 2% ആയാലും മതി. ഞാൻ സ്ഥലം വിൽക്കാൻ പോകുന്നതായിരുന്നു. ഞാൻ ആരോടെങ്കിലും പറഞ്ഞു. അടിക്കരുത്. ഒരാളോട് പറഞ്ഞു. ആരോട്? ചക്ക ഗോപനോട്. പക്ഷെ അവൻ പറയേണ്ടവരോട് പറഞ്ഞു, ലിസിയോട്. സ്ഥലം വിൽക്കാൻ സമ്മതിച്ച അമ്മച്ചി ഒപ്പിടുന്നതിന് മുമ്പ് അവളങ്ങ് കൊണ്ടുപോയി. ഇപ്പൊ ഞാനും ഇപ്പൊ ഇതേ അവസ്ഥയിലാണ്. എന്റെ മൂന്നും പോയില്ലേ. അവൻ അവന്റെ അവസാനത്തെ കളിയാ കളിക്കുന്നേ. എന്റെ ജീവിതം തകർത്തു. ഇപ്പൊ എന്റെ കുടുംബവും. അവന്റെ അണ്ടം കീർന്നൊരു പണി ഞാൻ കൊടുക്കും. പിന്നെ അവൻ പൊങ്ങില്ല. ചേട്ടാ പോയി പറഞ്ഞേക്ക്. അങ്ങോട്ടോടെ പോണു. ഇവിടെ വാതിലടച്ചേക്കുന്ന ഒന്ന് തുറന്നു തരൂ. അവരറിയണ്ടേ. നിന്ന് ബോറടിച്ചോ? ആ സ്ഥലം വിറ്റുപോയി കേട്ടോ. കമ്മീഷനും കിട്ടി. എന്നാലും ജലജ ചേച്ചിയെ ഷാപ്പിൽ കൊണ്ട് നിർത്തിയത് കഷ്ടായി. അമ്പലത്തെ കൊണ്ട് നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. മൂപ്പര ഏരിയയിലേക്ക് പോകാറ് പോലും ഇല്ല. എല്ലാ ദിവസവും വരുന്ന ഒരേ ഒരു സ്ഥലം ഷാപ്പ. ഇവിടെ വെച്ചാകുമ്പോ അവര് തമ്മിൽ കാണും. വീണ്ടും വീണ്ടും ജലജ ചേച്ചിയെ കാണുമ്പോൾ അവര് സുന്ദരിയാണെന്ന് മൂപ്പർക്ക് തോന്നും. അതോടെ ഒരാളുടെ കാര്യത്തിൽ തീരുമാനവും. അതുപോരല്ലോ, പിന്നെ നിക്കല്ലേ 2 പുലികള്. അവരെയും പൂട്ടാനുള്ള വഴികൾ ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. അതിന്റെ തുടക്കമായിട്ട് അകത്ത് എന്റെ ചെലവിലെ കള്ളൂടി കണക്കുക. അതെ, ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ശരി. മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. കനലുകൾ കോരി മരവിച്ച വിരലിനാൽ ഒടുവിൽ നിന്നെ തലോടി ശമിക്കുവാൻ ഒരു കപ്പയും കക്കയിറച്ചി. എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. കനലുകൾ അതെ, ഇപ്പൊ കഴിച്ചത് കഴിച്ചു. ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്താണെന്നുള്ളത് ഇപ്പൊ തീരുമാനിക്കണം. അത് പോകുന്ന വഴിക്കൊരു തൂമ്പ വാങ്ങണം. എന്തിന്? 1 അല്ല 3 വാങ്ങിച്ചാ പോരാ, കിളക്കണം. അങ്ങനെ ആകുമ്പോ സന്ധ്യക്ക് 2 കൂടുതൽ അടിക്കാലോ. അത് ശരിയാ. ഡോക്ടർ പറഞ്ഞ പോലെ ജീവിതത്തിൽ മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാവാൻ ഒരു എളുപ്പ വഴി എന്റെ മനസ്സിലുണ്ട്. നീ ധൈര്യമായിട്ട് പറടാ. നാളെ ബോട്ട് ക്ലബിന്റെ ജനറൽ ബോഡിയാ. ഇത്തവണ നെഹ്റു ട്രോഫിക്കുള്ള തുഴച്ചിൽ ടീമില് ഇവര് 3 പേരും ചേരണമെന്നാണ് എന്റെ അഭിപ്രായം. ഉഗ്രൻ ഐഡിയ. ഒന്നും ആലോചിക്കാനില്ല, അങ്ങ് സമ്മതിച്ചേച്ചാ മതി. ട്രയല് തുടങ്ങിയാ പിന്നെ ക്യാമ്പ് ഇടും. ക്യാമ്പ് തുടങ്ങി കഴിഞ്ഞാൽ 45 ദിവസം കൊണ്ട് സംഗതി ഉഷാറാവും. രാവിലെ തന്നെ യോഗ, എക്സസൈസ്, തുഴച്ചിൽ ട്രെയിനിങ്, അവിടെ തന്നെ ഭക്ഷണം, പ്രാർത്ഥന. പുറത്തിറങ്ങുമ്പോ ലൈഫ് തന്നെ മാറിപ്പോകും. ഒരു ഗ്ലാസ് അടിക്കണമെന്ന് വെച്ചാൽ പോലും നടക്കത്തില്ല. എടാ 1.5 മാസം കഴിക്കാതിരുന്നാൽ ഒരാഴ്ച മുഴുവനും കഴിക്കാനുള്ള ലൈസൻസ് കിട്ടും. ഇത്തവണ മണിയൻ ക്യാപ്റ്റൻ ആവണമെന്നാണ് എന്റെ ആഗ്രഹം. ഇവര് 3 പേരും ഉള്ള ടീം നെഹ്റു ട്രോഫി ആയിട്ട് ഈ കരയിൽ വന്ന് ഇറങ്ങിയ ഇവരുണ്ടാക്കി വെച്ച ചീത്തപ്പേരെല്ലാം അതോടെ തീരും. ഈ സോളമനും ശോഷനയും കണ്ടുമുട്ടി പണ്ടേ. ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഈ സോളമനും ശോഷനയും കണ്ടുമുട്ടി പണ്ടേ. കാലം തൊട്ടേ ഉള്ളറിഞ്ഞേ തമ്മിൽ. സോളമനും ശോഷനയും കണ്ടുമുട്ടി പണ്ടേ. കാലം തൊട്ടേ ഉള്ളറിഞ്ഞേ തമ്മിൽ. ഈ സദസ്സിന് മുമ്പ് നിൽക്കുമ്പോൾ നമ്മുടെ കരക്കാരുടെ ഒത്തൊരുമയിൽ ഞാൻ അഭിമാനിക്കുന്നു. കാരണം നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരു വലിയ നിര തന്നെ ഇവിടെ വന്നിട്ടുണ്ട്.
ആ ഒത്തൊരുമയാണ് നമ്മുടെ കരുത്ത്. തുഴച്ചിൽക്കാരുടെ ആത്മവിശ്വാസവും ആരോഗ്യവും മാനസിക വികാസവും സാധ്യമാക്കുന്ന ക്യാമ്പ് മുൻ വർഷത്തെക്കാളും സജീവമായി 45 ദിവസം നടത്താനുള്ള പ്രാരംഭ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഞാൻ നീട്ടുന്നില്ല. ഇതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിനായി മുൻ വർഷങ്ങളിലെ ക്യാപ്റ്റൻ കവലക്കൽ കുര്യച്ചനെ ക്ഷണിച്ചുകൊള്ളു. പ്രിയപ്പെട്ടവരെ, ഒരു ജലോത്സവത്തിനുള്ള തയ്യാറെടുപ്പ് നമ്മളും തുടങ്ങാണ്. ഓളപ്പരപ്പുകളിൽ നമ്മൾ തീർത്ത വിജയത്തിന്റെ വിസ്മയ കുതിപ്പുകളെ നമുക്ക് മറക്കാം. കാരണം ഓരോ മത്സരവും ഓരോ വിജയവും പുതിയതാണ്. ഈ വർഷവും കന്നിട്ടയിൽ ചുണ്ടൻ വിജയത്തിലേക്ക് കുതിച്ചു കയറുമ്പോൾ അമരക്കാരനായി ഈ ഞാനുണ്ടാകും. കുര്യച്ചോ, ഇത്തവണയും കുര്യച്ചൻ തന്നെയാണ് ക്യാപ്റ്റൻ എന്ന് കുര്യച്ചൻ തന്നെ അങ്ങ് തീരുമാനിച്ചാ മതിയോ? കപ്പ്യാരി പള്ളിയെ മണി അടിച്ചാ മതി, കുര്യച്ചനെ മണി അടിക്കണ്ട. എല്ലാവരും നിശബ്ദരായിരിക്കണം. മുൻ വർഷങ്ങളിൽ എന്നെ ഏകകണ്ഠമായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞാണ്. ഖേദപൂർവ്വം ഞാൻ എന്റെ വാക്കുകൾ പിൻവലിക്കുന്നു. ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും പോലീസ് കേസിൽ വരെ പ്രതിയാവുകയും ചെയ്ത കുര്യച്ചൻ ഇത്തവണ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് സ്വയം മാറി നിൽക്കണമെന്നാണ്. അതെ, സെക്രട്ടറി എന്താണെന്നും മിണ്ടാത്തത്? അശോകൻ വക്കീല് പറഞ്ഞതിൻ്റെ യുക്തിയും സത്യവും നമുക്കും അറിയുള്ളതിനാൽ എൻ്റെയും അഭിപ്രായം അത് തന്നെയാണ്. കുര്യച്ചന് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഇത്തവണ ചക്കാട്ടുതറയിൽ മണിയനെ ക്യാപ്റ്റൻ ആക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അതെ, ചക്കമണിയൻ ക്യാപ്റ്റൻ ആയാൽ ചക്ക വിജയനും ചക്ക സുഖവും മണിയൻ ആത്മവിശ്വാസം പകരാൻ ഒപ്പം ഉണ്ടാവും. അത് ക്ലബിന് ഗുണകരമാണ്. മണിയനെ അനുകൂലിക്കുന്നവർക്ക് കൈപൊക്കാം. ഭൂരിപക്ഷം മണിയനെ അനുകൂലിക്കുന്നതിനാൽ നമുക്ക് അങ്ങനെ തന്നെ തീരുമാനിക്കാം. മത്സരിക്കാനും വിജയിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. കുനിയാൻ വയ്യ വയറ്. വരവാകുന്നേ അരയണ്ണ പെണ്ണ്, വരവേകുന്നേ കരുമാടിക്കണ്ണ്, ഹൊയ്യാ പിരിയേറ്റുന്നേ ചുടുചോരക്കാര്, അണവട്ടുന്നേ പുതുവെള്ളപ്പാട്ട്, അമരത്തെ പടിമീതെ കയറോ കയറ്, അണിയത്തോ മണിമുത്തും കണിയേ, നടുവത്തോ പടവെട്ടി തുഴയോ തുഴയേ, കടവത്തോ കുടമാറ്റും അഴക്. തല്ലുണ്ടാക്കത്തില്ല തലയെക്കൊണ്ട് സത്യം ചെയ്യിക്കണം കേട്ടോ. വരവേകുന്നേ കരുമാടിക്കണ്ണ്, ഹൊയ്യാ പിരിയേറ്റുന്നേ ചുടുചോരക്കാര്, അണവട്ടുന്നേ പുതുവെള്ളപ്പാട്ട്. കല്ലോല ചിള്ളും ചിമ്മി താരത്തെയും തിന്നി ചേരി വന്നാട്ടെ, ചേരി വന്നാട്ടെ. വീറുള്ള പയ്യന്മാരെ ചൊവ്വുള്ളതെല്ലാം കൊണ്ട് കണ്ടെടുത്തില്ലേ, അടിയിടി ഉണ്ടാക്കില്ലെന്ന് അവനെ കൊണ്ട് തലയത്തോടെ സത്യം ചെയ്യിക്കണം. തുറപ്പോടെ കുതിച്ചോട് പതക്കം ചെന്നെടുക്ക്, കൈക്കരുത്തിന്റെ തുഴക്കാരെ. സ്നേഹപ്പെണ്ണാളെ കലക്കീട് നിറച്ചോ കുട്ടകത്തിൽ ഇഞ്ചിയിട്ട് നീക്കിയ മോര്, ഓളത്തിന്മേലുള്ള പൂരം ഒന്നിച്ചു കൊണ്ടാടും നേരം, ചീട്ടി വെട്ടട മാറ്റി വെക്കടത്തിൻ ജാതകത്തെ. വരവാകുന്നേ അരയണ്ണ പെണ്ണ്,
വരവേകുന്നേ കരുമാടിക്കണ്ണ് ഹൊയ്യ് ഹൊയ്യ് ഹൊയ്യാരെ ഹൊയ്യാ പിടിയേറ്റുന്നേ ചുടുചോരക്കാര് അണപൊട്ടുന്നേ പുതുവെള്ളപ്പാട്ട് അള്ളിന്ന് പോരാ പോരാ തൊട്ടുള്ളതാരാണാവോ എന്തെടുക്കാനാ ഇനി എന്തെടുക്കാനാ ചെമ്പാവിൻ ചൂടൻ ചോറ് ചെമ്മീനിൻ നീറും ചാറും കൂടെയുണ്ടെന്നേ കരിമീന്റെ മപ്പാസ് രണ്ടടി ചാട് ചൊരുക്കാതെ മുറുക്കാനും നെടുക്ക് ചെന്നിട ചുണ്ടിൽ ഒതിച്ചോറ് കെട്ടിറങ്ങാനോ കുളിച്ചീട് തണുപ്പിൽ കാണു നിക്ക് വേണമെങ്കിലും ഉറങ്ങിട് അപ്പൊന്നു പൊട്ടന്റെ ബേപ്പാ ഒപ്പത്തിൽ നീ കൊടുത്ത് ഹൈ ഹൈ ഹൈലസലേസ വരവാകുന്നേ അരയണ്ണ പെണ്ണ് വരവേകുന്നേ കരുമാടിക്കണ്ണ് ഹൊയ്യ് ഹൊയ്യ് ഹൊയ്യാരെ ഹൊയ്യാ പിരിയേറ്റുന്നേ ചുടുചോരക്കാര് അണപൊട്ടുന്നേ പുതുവെള്ളപ്പാട്ട് അമരത്തെ പടിമീതെ കയറോ കയറ് അണിയത്തോ മണിമുത്തും കണിയേ നടുവത്തോ പടവെട്ടി തുഴയോ തുഴയേ കടവത്തോ കുടമാറ്റും അഴക്